ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ന്യൂ SCERT ഹോട്ട് ടോപ്പിക്സിന്റെ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇതിന് മുമ്പെടുത്ത ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരാണെങ്കിൽ, ഇതിന് മുമ്പെടുത്ത ക്ലാസ്സുകൾ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കാണാൻ ശ്രമിക്കുക. ഇന്നത്തെ ക്ലാസ് നിങ്ങൾ കണ്ട ശേഷം ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ, ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുകയാണെങ്കിൽ ഇതിന് മുമ്പെടുത്ത ക്ലാസ്സുകളും തീർച്ചയായും മിസ്സാക്കരുത്. തീർച്ചയായും നിങ്ങൾക്ക് ഉപകരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് രക്തപര്യായന വ്യവസ്ഥയാണ് അല്ലേ. നമുക്ക് സയൻസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് രക്തപര്യായന വ്യവസ്ഥ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കത് ഡിസ്കസ് ചെയ്ത് പഠിച്ച് ഇവിടെ നിന്ന് തന്നെ സെറ്റ് ആക്കിയിട്ട് പോവാം. അപ്പോൾ അധികമൊന്നും പറയുന്നില്ല, ക്ലാസ്സിലേക്ക് കിടക്കാം. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അധികമൊന്നും പറയാതെ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. രക്തപര്യായന വ്യവസ്ഥ 5ാം ക്ലാസ്സിലെ മനുഷ്യ ശരീരം ഒരു വിസ്മയം എന്ന പാഠഭാഗത്ത് നിന്നാണ് നമ്മൾ പോയിന്റ്സ് എടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്യുന്ന ചെറുകുടലിലെ ഭാഗമാണ് വില്ലസുകൾ. ഓക്കെ, പഠിച്ചു വെക്കണേ. വില്ലസുകളാണ് എന്താണ്? ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്യുന്ന ചെറുകുടലിലെ ഭാഗം ഏതാണ്? വില്ലസുകളാണ്. ഒന്നുകൂടെ, ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ അല്ലെ, ആഹാരത്തിലുള്ള പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്യുന്ന ചെറുകുടലിലെ ഭാഗമാണ് വില്ലസുകൾ. ആഹാരത്തിലെ എന്താണ്? ശ്രദ്ധിച്ചൊന്ന് മനസ്സിലാക്കി നോക്ക്. ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ അല്ലെ, പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്യുന്ന, അതെടുക്കുന്ന എവിടുത്തെ? ചെറുകുടലിലെ ഒരു ഭാഗമാണ് വില്ലസുകൾ. ചെറുകുടലിലെ ഒരു ഭാഗമാണ് വില്ലസുകൾ. ഓക്കെ, ജസ്റ്റ് ഇത് വായിച്ചിരിക്കാതെ ജസ്റ്റ് അതൊന്ന് എന്താണെന്ന് മനസ്സിലാക്കാൻ നോക്കുക. അതായത് ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്യുന്ന എവിടത്തെയാണ്? ചെറുകുടലിലെ ഭാഗമാണ് വില്ലസുകൾ. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയി. പോഷക ഘടകങ്ങളും ഓക്സിജനും കോശങ്ങളിൽ എത്താൻ സഹായിക്കുന്നത് രക്തമാണ്. ഓക്കെ, പോഷക ഘടകങ്ങളും ഓക്സിജനും എല്ലാം നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കുന്നത് ആരാണ് അല്ലെ? എത്തിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? രക്തമാണ്. അപ്പൊ എന്തൊക്കെയാണ്? പോഷക ഘടകങ്ങളും ഓക്സിജനും കോശങ്ങളിൽ എത്താൻ സഹായിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് രക്തമാണ്. മനുഷ്യന്റെ രക്തപര്യായന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? രക്തം, രക്തക്കുഴലുകൾ, ഹൃദയം. എന്തൊക്കെയാണ്? രക്തം, രക്തക്കുഴലുകൾ, ഹൃദയം എന്നിവയാണ് മനുഷ്യന്റെ രക്തപര്യായന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ. ഒരു വട്ടം കൂടെ എന്തൊക്കെയാണ്? രക്തം, രക്തക്കുഴലുകൾ, ഹൃദയം. രക്തം, രക്തക്കുഴലുകൾ, ഹൃദയം എന്നിവയാണ് മനുഷ്യന്റെ രക്തപര്യായന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ. 3 എണ്ണമാണ് ഉള്ളത്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, 3 എണ്ണമായിട്ട് നമുക്ക് എന്തൊക്കെ തന്നാലും അത് കാണാതെ തന്നെ പഠിച്ചിട്ട് പോയിക്കോ. തരും. താഴെ തന്നിരിക്കുന്നതിൽ ഇതിൽ പെടാത്തത് ഏതെന്നൊരു ചോദ്യം വരും. എന്നിട്ട് എക്സ്ട്രാ ഒരു ഓപ്ഷനും അതിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ എന്തൊക്കെയാണ് മനുഷ്യന്റെ രക്തപര്യായന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ? ഏതൊക്കെയാണ്? രക്തമുണ്ട്, രക്തക്കുഴലുകളുണ്ട്, ഹൃദയമുണ്ട്. ഓക്കെ, അപ്പൊ എക്സ്ട്രാ ഏതൊന്ന് തന്നാലും അത് തെറ്റാണ്. ശ്രദ്ധിച്ചു പഠിക്കുക. രക്തം, രക്തക്കുഴലുകൾ, ഹൃദയം എന്താണ്? മനുഷ്യന്റെ രക്തപര്യായന വ്യവസ്ഥയുടെ ഭാഗങ്ങളാണ് രക്തം, രക്തക്കുഴലുകൾ, ഹൃദയം. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആയല്ലോ. ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്യുന്ന ചെറുകുടലിലെ ഭാഗമാണ് വില്ലസുകൾ. ചെറുകുടലിലെ ഭാഗം. ഓക്കെ, ചെറുകുടലിലെ ഭാഗമാണ് വില്ലസുകൾ. പോഷക ഘടകങ്ങളും ഓക്സിജനും കോശങ്ങളിൽ എത്തിക്കുന്നത് ആരാണ്? രക്തമാണ് അല്ലെ. എത്താൻ സഹായിക്കുന്നത് ആരാന്ന് വെച്ചാൽ രക്തമാണ്. മനുഷ്യന്റെ രക്തപര്യായന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് രക്തം, രക്തക്കുഴലുകൾ, ഹൃദയം. ക്ലിയർ അല്ലേ? അടുത്തത് നോക്കാം. രക്തപര്യായന വ്യവസ്ഥയുടെ ധർമ്മങ്ങൾ എന്താണ്? ഹൃദയത്തിൽ നിന്ന് ഓക്സിജനും പോഷക ഘടകങ്ങളും അടങ്ങിയ രക്തം, ഹൃദയത്തിൽ നിന്ന് ഓക്സിജനും പോഷക ഘടകങ്ങളും അടങ്ങിയ രക്തം ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിക്കുന്നു. നേരെ തിരിച്ചും നമുക്ക് പഠിക്കാണ്ട് ഈ പോയിന്റ്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് കലർന്ന രക്തത്തെ ഹൃദയത്തിൽ എത്തിക്കുന്നു. ഒന്ന് ശ്രദ്ധിച്ചു വായിച്ചു നോക്ക്. ഹൃദയത്തിൽ നിന്ന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എന്തൊക്കെയാണ് എത്തിക്കുന്നത്? ഓക്സിജനും പോഷക ഘടകങ്ങളും അടങ്ങിയ രക്തം അല്ലെ. ഓക്സിജനും പോഷക ഘടകങ്ങളും അടങ്ങിയ രക്തം, ഓക്സിജനും പോഷക ഘടകങ്ങളും അടങ്ങിയ രക്തം ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും എവിടെ നിന്ന്? ഹൃദയത്തിൽ നിന്ന് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തിലേക്കും എത്തിക്കുന്നു. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് രക്തപര്യായന വ്യവസ്ഥയുടെ ധർമ്മങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് എന്താണ്? ഹൃദയത്തിൽ നിന്ന് ഓക്സിജനും പോഷക ഘടകങ്ങളും അടങ്ങിയ രക്തം ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിക്കുന്നു. ഇനി ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് കലർന്ന രക്തത്തെയാണ് ഹൃദയത്തിൽ എത്തിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു വട്ടം കൂടെ. ഹൃദയത്തിൽ നിന്ന് ഓക്സിജനും പിന്നെന്താണ്? പോഷക ഘടകങ്ങളും അടങ്ങിയ രക്തം ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങൾക്കും എന്ത് വേണം? ഓക്സിജനും പോഷക ഘടകങ്ങളൊക്കെ ആവശ്യമായതുകൊണ്ട് എല്ലായിടത്തും എവിടെ നിന്നാണ്? ഹൃദയത്തിൽ നിന്ന് എല്ലാ സ്ഥലങ്ങളിലേക്കും, എല്ലാ ശരീരത്തിന്റെ ഭാഗങ്ങളിലേക്കും എത്തിക്കുന്നു. പിന്നെന്താണ്? ഹൃദയത്തിലേക്ക് എന്താണ് എത്തിക്കുന്നത്? കാർബൺ ഡൈ
ഓക്സൈഡ് അല്ലെ, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ രക്തം ഹൃദയത്തിലേക്ക് എത്തിക്കുന്നു. മനസ്സിലായല്ലോ? ക്ലിയർ ആണ്, സിമ്പിൾ ആണ്. ഒരു വട്ടം കൂടെ. ഹൃദയത്തിൽ നിന്ന് ഓക്സിജനും പോഷക ഘടകങ്ങളും അടങ്ങിയ രക്തം ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും, ഹൃദയത്തിൽ നിന്ന് ഓക്സിജനും പോഷക ഘടകങ്ങളും അടങ്ങിയ രക്തം ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കുന്നുണ്ട്. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ രക്തം ഹൃദയത്തിലേക്ക് എത്തിക്കുന്നു. അപ്പൊ അത് ക്ലിയർ ആയി. പെർഫെക്റ്റ് അല്ലേ? അടുത്തത് നോക്കാം. മനുഷ്യരക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ്? ഹീമോഗ്ലോബിൻ ആണ് കേട്ടോ. പഠിച്ചു വെക്കണേ, റിപ്പീറ്റ് ചെയ്തോ. എന്താണ്? മനുഷ്യരക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ. ഏതാണ്? ഹീമോഗ്ലോബിൻ ആണ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മനുഷ്യരക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ്? ഹീമോഗ്ലോബിൻ. ഏതാണ്? ഹീമോഗ്ലോബിൻ ആണ്. മനുഷ്യരക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ്? ഹീമോഗ്ലോബിൻ ആണ്. അല്ലെ, നമ്മൾ ചെമ്മണ്ണിനെ കുറിച്ചൊക്കെ പഠിച്ചില്ലേ? ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഏതാണ്? അയൺ ഓക്സൈഡിന്റെ സാന്നിധ്യമാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ചെമ്മണ്ണ്. അത് മണ്ണുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ SCERT തന്നെ പഠിച്ചപ്പോഴും അല്ലാതെ പല ക്ലാസ്സിലും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചൊരു കാര്യമാണ്. ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അയൺ ഓക്സൈഡിന്റെ സാന്നിധ്യമാണ്. ഒമിനി ബസ് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന മണ്ണാണ് അല്ലെ ചെമ്മണ്ണ്. ഒമിനി ബസ് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന മണ്ണിനമാണ് ചെമ്മണ്ണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? അത് ചെങ്കൽ മണ്ണാണ് അല്ലെ, അഥവാ ലാറ്ററൈറ്റ് സോയിൽ ആണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം. പിന്നെ മണ്ണ് വർഷം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു 2015 മണ്ണ് ദിനം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഡിസംബർ 5. മണ്ണിനെ കുറിച്ചുള്ള പഠനം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു പെഡോളജി ആണ്. അത് കോഡിലൂടെയൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ? മണ്ണിൽ കളിക്കുമ്പോൾ ചെറുപ്പത്തിൽ മണ്ണിൽ കളിച്ച അമ്മയുടെ മുമ്പിലെങ്ങാനും പോയി പെടോ എന്ന് അങ്ങനെ പെഡോളജി പഠിക്കുക. അല്ലെങ്കിൽ അമ്മ കണ്ടു കഴിഞ്ഞാൽ, മണ്ണിൽ കളിക്കുന്നത് അമ്മ കണ്ടു കഴിഞ്ഞാൽ നല്ല പെട കിട്ടുന്ന ആലോചിച്ചാലും പെഡോളജി പഠിക്കാൻ പറ്റും. പിന്നെ പെഡോളജി മണ്ണിനെ കുറിച്ചുള്ള പഠനമാണെന്ന് നമുക്കറിയാം. അപ്പൊ മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ എന്താന്ന് ചോദിച്ചാൽ മണ്ണ് ജനിക്കുകയാണ് അല്ലെ, മണ്ണ് ജനിക്കുകയാണ്. അപ്പൊ പെഡോജെനിസിസ് ആണ് മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ. ഇതൊക്കെ കോഡിലൂടെയൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അത് ക്ലിയർ ആയിട്ടുണ്ടാവും. അവിടെ നമ്മൾ മണ്ണിനെ കുറിച്ച് ഇപ്പൊ പറഞ്ഞത് എന്തിനാ? ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത് എന്താ? അയൺ ഓക്സൈഡിന്റെ സാന്നിധ്യമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതും കൂടെ ഇതിന്റെ ഒപ്പം ഒന്ന് ഓർത്തു വെക്കുക. മനുഷ്യരക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ. എന്താണ്? ഹീമോഗ്ലോബിൻ ആണ് മനുഷ്യരക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നത്. ഹീമോഗ്ലോബിൻ ആണ് മനുഷ്യരക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നു. ഹീമോഗ്ലോബിന്റെ പ്രധാന ഘടകങ്ങൾ ഇരുമ്പ്, പ്രോട്ടീൻ. ഓക്കെ, ഇരുമ്പ്, പ്രോട്ടീൻ കണക്ട് ചെയ്യാലോ. ഹീമോഗ്ലോബിന്റെ പ്രധാന ഘടകങ്ങളാണ് ഇരുമ്പ്, പ്രോട്ടീൻ എന്നിവ. ഹീമോഗ്ലോബിന്റെ പ്രധാന ഘടകങ്ങളാണ് ഇരുമ്പ്, പ്രോട്ടീൻ എന്നിവ. അപ്പൊ മനുഷ്യരക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നത് എന്താണ്? ഹീമോഗ്ലോബിൻ ആണ് കേട്ടോ. എന്താണ്? ഹീമോഗ്ലോബിൻ ആണ് മനുഷ്യരക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നത്. ഇരുമ്പ് അടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാണ്? ഈന്തപ്പഴം, കോഴിമുട്ട, മുരിങ്ങയില. ഓക്കെ, എന്തൊക്കെയാണ്? ഈന്തപ്പഴം, കോഴിമുട്ട, മുരിങ്ങയില. ഓക്കെ, ഈന്തപ്പഴം, കോഴിമുട്ട, മുരിങ്ങയില എന്നിവയിലാണ് ഇരുമ്പ് അടങ്ങിയിരിക്കുന്നത്. ഇരുമ്പടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയെന്ന് വെച്ചാൽ ഈന്തപ്പഴം, പിന്നെ എന്താണ്? കോഴിമുട്ട, മുരിങ്ങയില. ഈന്തപ്പഴം എന്നിവയിലാണ് എന്തടങ്ങിയിട്ടുള്ളത്? ഇരുമ്പ് അടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ. ഏതൊക്കെയെന്ന് വെച്ചാൽ ഏതൊക്കെയാണ്? ഈന്തപ്പഴം, കോഴിമുട്ട, മുരിങ്ങയില. ഓക്കെ, അത് ക്ലിയർ അല്ലേ? സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ വരും, ശ്രദ്ധിച്ച് പഠിക്കുക. അപ്പൊ ഹീമോഗ്ലോബിന്റെ പ്രധാന ഘടകങ്ങൾ ഇരുമ്പ്, പ്രോട്ടീൻ. എന്താണ് ഹീമോഗ്ലോബിൻ? നമ്മുടെ മനുഷ്യ ശരീരത്തിലെ രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നത് അല്ലെ, മനുഷ്യ രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് എന്ത്? ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിനിലെ പ്രധാന ഘടകങ്ങളാണ് ഇരുമ്പ്, പ്രോട്ടീൻ എന്നിവ. ഇരുമ്പടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാണ്? ഈന്തപ്പഴം, കോഴിമുട്ട, മുരിങ്ങയില. ക്ലിയർ അല്ലേ? അടുത്തത് നോക്കാം. ഹീമോഗ്ലോബിന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? ശ്വാസകോശത്തിൽ നിന്ന് കോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കുന്നത്. ഓക്കെ, ഹീമോഗ്ലോബിൻ എന്താണ്? ശ്വാസകോശത്തിൽ നിന്ന്. എവിടെ നിന്നാണ്? ശ്വാസകോശത്തിൽ നിന്ന് കോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കുന്നത് ആരാണ്? ഹീമോഗ്ലോബിൻ ആണ്. ശ്വാസകോശത്തിൽ നിന്ന്. നേരത്തെ നമ്മൾ ഹൃദയത്തിൽ നിന്ന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കൊക്കെ പഠിച്ചു. ഇവിടെ ശ്രദ്ധിച്ച് പഠിക്കണം. ഹീമോഗ്ലോബിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ശ്വാസകോശത്തിൽ നിന്ന് വിവിധ കോശങ്ങളിലേക്ക് അല്ലെ, കോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് ഹീമോഗ്ലോബിൻ ആണ്. ശ്വാസകോശത്തിൽ നിന്ന് കോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കുന്നത് ആരാണ്? ഹീമോഗ്ലോബിൻ ആണ്. കോശങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് നേരത്തെ പഠിച്ചതുപോലെ തന്നെ തിരിച്ചങ്ങോട്ട് പഠിച്ചു അല്ലെ. കോശങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ശ്വാസകോശത്തിൽ എത്തിക്കുന്നു. ഓക്കെ, അപ്പൊ നേരെ തിരിച്ച് ഇപ്പൊ കിട്ടിയല്ലോ. രണ്ടും സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളൂ. നമ്മൾ നേരത്തെ ഹൃദയം പിന്നെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പഠിച്ചു. ഇവിടെ ശ്വാസകോശം പിന്നെ കോശങ്ങളും പഠിച്ചു. അത്രേ ഉള്ളൂ. ഓക്കെ, ഇതെന്താണ്? ഹീമോഗ്ലോബിന്റെ ആണ്. നേരത്തെ നമ്മൾ പഠിച്ചത് എന്താണ്? നേരത്തെ നമ്മൾ എന്തിനെ കുറിച്ചാണ് പഠിച്ചത്? രക്തത്തിനെ കുറിച്ചാണ് അല്ലെ, രക്തപര്യന വ്യവസ്ഥയെ കുറിച്ചാണ് പഠിച്ചത്. ഓക്കെ, കോശങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ശ്വാസകോശത്തിൽ
ശ്വാസകോശത്തിൽ എത്തിക്കുന്നു. ഇത് രണ്ടുമാണ് ഹീമോഗ്ലോബിന്റെ ധർമ്മങ്ങൾ. എന്താണ്? ശ്വാസകോശത്തിൽ നിന്ന് കോശങ്ങളിലേക്ക് ഓക്സിജൻ ഓക്സിജൻ എത്തിക്കുന്നത് ആരാണ്? ഓക്സിജൻ എത്തിക്കുന്നു. പിന്നെ എന്താണ്? ഇത് രണ്ടും ആരാണ്? ഹീമോഗ്ലോബിൻ ആണ്. പിന്നെ കോശങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങോട്ട് എത്തിക്കുന്നു? ശ്വാസകോശത്തിലേക്ക് എത്തിക്കുന്നതും ആരാണ്? ഹീമോഗ്ലോബിൻ ആണ്. ഹീമോഗ്ലോബിൻ. ഓക്കെ, അടുത്തത് രക്തത്തിലെ പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ്? പ്ലാസ്മ, വെളുത്ത രക്തകോശം, ചുവന്ന രക്തകോശം, പ്ലേറ്റ്ലെറ്റ്. അപ്പൊ എന്തൊക്കെയാണ്? രക്തത്തിലെ പ്രധാന ഘടകങ്ങളാണ്. ഒന്ന് പ്ലാസ്മ, വെളുത്ത രക്തകോശം, ചുവന്ന രക്തകോശം, പ്ലേറ്റ്ലെറ്റ്. എന്തൊക്കെയാണ്? പ്ലാസ്മ, വെളുത്ത രക്തകോശം, ചുവന്ന രക്തകോശം, പ്ലേറ്റ്ലെറ്റ്. പ്ലാസ്മ, വെളുത്ത രക്തകോശം, ചുവന്ന രക്തകോശം, പിന്നെന്താണ്? പ്ലേറ്റ്ലെറ്റ്. ഇതൊക്കെയാണ് രക്തത്തിലെ പ്രധാന ഘടകങ്ങൾ. രക്തത്തിലെ ദ്രാവക ഭാഗം ഏതാണ്? പ്ലാസ്മയാണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. രക്തത്തിലെ ദ്രാവക ഭാഗമാണ് പ്ലാസ്മ. രക്തത്തിലെ ദ്രാവക ഭാഗമാണ് ഏത്? പ്ലാസ്മ. രക്തത്തിലെ ദ്രാവക ഭാഗമാണ് പ്ലാസ്മ. പ്ലാസ്മയുടെ നിറം ഇതും ചോദിക്കാറുണ്ട്. ഇളം മഞ്ഞ നിറമാണ്. ഇളം മഞ്ഞ നിറമാണ് പ്ലാസ്മയുടെ നിറം. ഇനി തീർച്ചയായിട്ടും ചോദ്യം വരും. ന്യൂഎസ്സിആർടിയിൽ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ അപ്പൊ പഠിച്ചു വെച്ചിട്ട് പോവുക. പ്ലാസ്മയുടെ നിറം എന്താണ്? ഇളം മഞ്ഞ നിറമാണ് പ്ലാസ്മയുടെ നിറം. പ്ലാസ്മയുടെ നിറം ഇളം മഞ്ഞ നിറം. ഇളം മഞ്ഞ നിറമാണ് പ്ലാസ്മയുടെ നിറം. അപ്പൊ രക്തത്തിലെ പ്രധാന ഘടകങ്ങൾ പ്ലാസ്മ, വെളുത്ത രക്തകോശം, ചുവന്ന രക്തകോശം, പ്ലേറ്റ്ലെറ്റ് എന്നിവയാണ്. രക്തത്തിലെ ദ്രാവക ഭാഗം ഏതാണ്? പ്ലാസ്മയാണ്. പ്ലാസ്മയുടെ നിറം എന്താണ്? ഇളം മഞ്ഞ നിറമാണ് പ്ലാസ്മയുടെ നിറം. ഇളം മഞ്ഞ നിറമാണ് പ്ലാസ്മയുടെ നിറം. അടുത്തത് നോക്കാം. ഗ്ലൂക്കോസിനെ കോശങ്ങളിൽ എത്തിക്കുന്ന രക്തഘടകം. ഗ്ലൂക്കോസിനെ കോശങ്ങളിൽ എത്തിക്കുന്നത് പ്ലാസ്മയാണ് കേട്ടോ. ഗ്ലൂക്കോസിനെ കോശങ്ങളിൽ എത്തിക്കുന്ന രക്തഘടകമാണ് ഏത്? പ്ലാസ്മ. ഗ്ലൂക്കോസിനെ കോശങ്ങളിൽ എത്തിക്കുന്ന രക്തഘടകമാണ് പ്ലാസ്മ. ഗ്ലൂക്കോസിനെ കോശങ്ങളിൽ എത്തിക്കുന്നത് ഗ്ലൂക്കോസിനെ കോശങ്ങളിൽ എത്തിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ പ്ലാസ്മയാണ്. ഗ്ലൂക്കോസിനെ കോശങ്ങളിൽ എത്തിക്കുന്ന രക്തഘടകമാണ് പ്ലാസ്മ. ഓക്സിജനെ എത്തിക്കുന്നത് ആരാണ്? ഓക്സിജനെ കോശങ്ങളിൽ എത്തിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് ഏതാ പഠിച്ച്? ഓക്സിജനെ കോശങ്ങളിൽ എത്തിക്കുന്നത് ഓർമ്മയുണ്ടോ? ഓക്സിജനെ ഒന്ന് വായിച്ചു നോക്ക്. ഓക്സിജനെ കോശങ്ങളിൽ എത്തിക്കുന്നത് എവിടെ? ഓക്സിജനെ എന്താ? ശ്വാസകോശത്തിൽ നിന്ന് കോശങ്ങളിലേക്ക് ഓക്സിജൻ കോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കുന്നത് ആരാണ്? ഹീമോഗ്ലോബിൻ ആണ്. പിന്നെ എന്ത് നമ്മൾ പഠിച്ചു? കാർബൺ ഡൈ ഓക്സൈഡിനെ ശ്വാസകോശത്തിലേക്ക്, കോശങ്ങളിൽ നിന്ന് ശ്വാസകോശത്തിലേക്ക് എത്തിക്കുന്നതും ആരാണ്? ഹീമോഗ്ലോബിൻ ആണ്. ഈ ഹീമോഗ്ലോബിനെ കുറിച്ച് വേറൊരു പോയിന്റും കൂടെ നമ്മൾ പഠിച്ചു. എന്താണ്? രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് ഏത്? ഹീമോഗ്ലോബിൻ എന്നും നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പൊ ക്ലിയർ ആക്കി പഠിച്ചു പോവാ. ഇതിന്റെ ധർമ്മങ്ങളും അറിയണം, പിന്നെ രക്തപര്യന വ്യവസ്ഥയുടെ ധർമ്മങ്ങളും അറിയണം. ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഏതിന്റെയാണ്? പ്ലാസ്മയുടെ പ്ലാസ്മയുടെയും കൺഫ്യൂഷൻ വരാതെ പഠിക്കണം. ഓക്കെ, ഗ്ലൂക്കോസിനെ കോശങ്ങളിൽ എത്തിക്കുന്ന രക്തഘടകമാണ് പ്ലാസ്മ. നിശ്ചിത ആകൃതി ഇല്ലാത്തതും മർമ്മമുള്ളതുമായ രക്തകോശമാണ് വെളുത്ത രക്തകോശം. നിശ്ചിത ആകൃതി ഇല്ലാത്തതും മർമ്മമുള്ളതുമായ രക്തകോശമാണ് വെളുത്ത രക്തകോശം. ഏതാണ്? നിശ്ചിത ആകൃതി ഇല്ലാത്തതും മർമ്മമുള്ളതുമായ രക്തകോശമാണ് വെളുത്ത രക്തകോശം. വെളുത്ത രക്തകോശം. രോഗാണുക്കളെ നശിപ്പിക്കുന്ന രക്തകോശമാണ് വെളുത്ത രക്തകോശം. വെളുത്ത രക്തകോശമാണ് രോഗാണുക്കളെ നശിപ്പിക്കുന്ന രക്തകോശം. അപ്പൊ എന്തൊക്കെയാണ്? നിശ്ചിത ആകൃതി ഇല്ലാത്തതും മർമ്മമുള്ളതുമായ രക്തകോശമാണ് വെളുത്ത രക്തകോശം. രോഗാണുക്കളെ നശിപ്പിക്കുന്ന രക്തകോശമാണ് വെളുത്ത രക്തകോശം. ഓക്കെ, ഗ്ലൂക്കോസിനെ കോശങ്ങളിൽ എത്തിക്കുന്ന രക്തഘടകം ഏതാണ്? പ്ലാസ്മയാണ്. ഹീമോഗ്ലോബിൻ എന്താണ്? ഹീമോഗ്ലോബിൻ ശ്വാസകോശത്തിലേക്ക് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് എത്തിക്കുന്നു. കോശങ്ങളിലേക്ക്, വിവിധ കോശങ്ങളിലേക്ക് എന്താണ്? ഓക്സിജനെയും എത്തിക്കുന്നത് ഹീമോഗ്ലോബിൻ ആണ്. അപ്പൊ ഗ്ലൂക്കോസിനെ കോശങ്ങളിൽ എത്തിക്കുന്ന രക്തഘടകം ഏതാണ്? പ്ലാസ്മയാണ്. അപ്പൊ അതും ക്ലിയർ ആയി. അടുത്തത് നോക്കാം. ചുവന്ന രക്തകോശത്തിന്റെ ആകൃതി എന്താണ്? ഡിസ്കിന്റെ ആകൃതിയാണ് കേട്ടോ. ഡിസ്കിന്റെ ആകൃതിയാണ് ചുവന്ന രക്തകോശത്തിന്റെ ആകൃതി. ചുവന്ന രക്തകോശത്തിന്റെ ആകൃതിയാണ് ഡിസ്കിന്റെ ആകൃതി. ആകൃതി ഇല്ലാത്തത് ഏതാണ്? വെളുത്ത രക്തകോശമാണ് ആകൃതി ഇല്ലാത്തതും മർമ്മമുള്ളതുമായത് ഏതാണ്? വെളുത്ത രക്തകോശം. ഇത് ചുവന്ന രക്തകോശത്തിന്റെ ആകൃതി ഡിസ്കിന്റെ ആകൃതിയാണ്. എന്താണ്? ഡിസ്കിന്റെ ആകൃതിയാണ്. മർമ്മം ഇല്ലാത്ത രക്തകോശം, മർമ്മമുള്ള രക്തകോശം വെളുത്ത രക്തകോശമാണ്. ചുവന്ന രക്തകോശമാണ് എന്താണ്? മർമ്മം ഇല്ലാത്ത രക്തകോശം. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ഒക്കെ തന്ന് കുഴപ്പിക്കാൻ പറ്റിയ സാധനം. ഒന്ന് മർമ്മം ഇല്ലാത്തതും എന്ന ആകൃതി ഉള്ളതുമായിട്ടുള്ളത് ഏതാണ്? അത് ചുവന്ന രക്തകോശമാണ്. ഒരു ആകൃതി, നിശ്ചിത ആകൃതി ഇല്ലാത്തതും എന്നാൽ മർമ്മം ഉള്ളതുമായത് വെളുത്ത രക്തകോശം. അപ്പൊ ക്ലിയർ ആയല്ലോ? ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ആക്കി മൈൻഡ് കയറ്റിക്കോ. ഒന്ന് എന്താണ്? നിശ്ചിതമായ ഒരു ആകൃതി ഇല്ല, ശരിക്കും ഒരു ഷേപ്പ് ഒന്നും അതിനില്ല. പിന്നെ എന്തുണ്ട്? മർമ്മം ഉള്ളതുമായത് ഏതാന്ന് ചോദിച്ചാൽ അത് വെളുത്ത രക്തകോശവും. എന്നാൽ മർമ്മം ഇല്ലാത്തതും മർമ്മം ഇല്ലാത്തതും എന്നാൽ കൃത്യമായിട്ടൊരു ആകൃതി ഉണ്ട്. എന്താണ്? ഡിസ്കിന്റെ ആകൃതി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കൃത്യമായ ഒരു ആകൃതി ഉള്ളതുമായത് ഏതാണ്? ചുവന്ന രക്തകോശമാണ്. ഓക്കെ,
ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയുടെ വിനിമയത്തിന് സഹായിക്കുന്ന രക്തകോശം. ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയുടെ വിനിമയത്തിന് സഹായിക്കുന്ന രക്തകോശമാണ് ചുവന്ന രക്തകോശം. രോഗാണുക്കളെ നശിപ്പിക്കാൻ ഏത് നമ്മൾ പഠിച്ചു? വെളുത്ത രക്തകോശമാണ് എന്ന് നമ്മൾ പഠിച്ചു അല്ലെ? രോഗാണുക്കളെ നശിപ്പിക്കാൻ വെളുത്ത രക്തകോശം. അതിന് എന്തില്ല? ആകൃതി ഇല്ല. എന്നാൽ എന്തുണ്ട്? മർമ്മമുണ്ട്. ഇവിടെ ആകൃതി ഉള്ളതും മർമ്മമില്ലാത്തതും ഏതാണ്? അത് ചുവന്ന രക്തകോശമാണ്. അപ്പൊ ക്ലിയർ ആയി പഠിച്ചല്ലോ, ഇനി കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. അപ്പൊ വെളുത്ത രക്തകോശമാണെങ്കിൽ എന്തില്ല? ആകൃതി ഇല്ല, എന്നാൽ മർമ്മമുണ്ട്. എന്നാൽ ആകൃതി ഉള്ളത് ഏതാണ്? അത് ചുവന്ന രക്തകോശം. ഡിസ്കിന്റെ ആകൃതിയാണ് അല്ലെ ചുവന്ന രക്തകോശം. ആകൃതി ഉണ്ട്, എന്നാൽ മർമ്മമില്ല. ഓക്കെ. പിന്നെ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയുടെ വിനിമയത്തിന് സഹായിക്കുന്ന രക്തകോശമാണ് ചുവന്ന രക്തകോശം. രോഗാണുക്കളെ നശിപ്പിക്കുന്നത് വെളുത്ത രക്തകോശമാണ്. ഓക്കെ. അടുത്തത് ഹീമോഗ്ലോബിൻ കാണപ്പെടുന്ന രക്തകോശം അല്ലെ? ഹീമോഗ്ലോബിൻ കാണപ്പെടുന്ന രക്തകോശം ഏതാണ്? ചുവന്ന രക്തകോശം. ചുവന്ന രക്തകോശമാണ് ഹീമോഗ്ലോബിൻ കാണപ്പെടുന്ന രക്തകോശം. പ്ലേറ്റ്ലെറ്റുകളുടെ ധർമ്മം രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്നു. രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്നത് പ്ലേറ്റ്ലെറ്റുകളാണ് അല്ലെ? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ, എപ്പോഴും ചോദ്യം വരാറുണ്ട്, വിറ്റാമിൻ കെ ആണ് കേട്ടോ. വിറ്റാമിൻ കെ, കെ ഫോർ കട്ട പിടിക്കൽ അല്ലെ? കട്ട പിടിക്കൽ. അപ്പൊ അത് വെച്ച് നമുക്ക് കണക്ട് ചെയ്യാലോ. കെ ഫോർ കട്ട പിടിക്കൽ. അപ്പൊ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ കെ. വിറ്റാമിൻ കെ ആണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത്. ഇതിന്റെ രാസനാമം ചോദിക്കാറുണ്ട് അല്ലെ? വിറ്റാമിൻ കെയുടെ രാസനാമം അതും നമുക്ക് പഠിക്കാൻ ഒരു കോഡ് ഉണ്ട്, KFC. ഇങ്ങനെ പഠിച്ചാൽ മതി. കെ എന്താണ്? വിറ്റാമിൻ കെ ആണ്. FC എന്താണ്? ഫില്ലോക്യുനോൺ. സി അല്ല, ക്യുനോൺ, അത് വെച്ച് കണക്ട് ചെയ്യുക. ഫില്ലോക്യുനോൺ. അപ്പൊ KFC എന്ന് പഠിച്ചു വെച്ചാൽ ഫില്ലോക്യുനോൺ ആണ് വിറ്റാമിൻ കെയുടെ രാസനാമം. അപ്പൊ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാന്ന് ചോദിച്ചാൽ അത് വിറ്റാമിൻ കെ ആണ്. എന്നാൽ പ്ലേറ്റ്ലെറ്റുകളുടെ ധർമ്മം എന്താണ്? രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്നു. ഓക്കെ. അപ്പോ വിറ്റാമിൻ ഏതാന്ന് എടുത്തു ചോദിച്ചാലാണ് വിറ്റാമിൻ ഡി വരിക. ഓക്കെ. പ്ലേറ്റ്ലെറ്റുകൾ എന്താണ്? രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്നു. ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിലെ ഏകദേശം രക്തത്തിലെ അളവ് എന്താണ്? 5.5 ലിറ്റർ ആണ്. ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിലെ ഏകദേശം രക്തത്തിന്റെ അളവ് എത്രയാണ്? 5.5 ലിറ്റർ ആണ്. എത്രയാണ്? 5.5 ലിറ്റർ ആണ്. 5.5 ലിറ്റർ രക്തമാണ് ആരോഗ്യമുള്ള ഒരു മനുഷ്യന്റെ ശരീരത്തിലുള്ള ശരാശരി രക്തത്തിന്റെ അളവ്. ഓക്കെ. അപ്പൊ അതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. എത്രയാണ്? 5.5 ലിറ്റർ ആണ് കേട്ടോ. 5.5 ലിറ്റർ. ഒരാൾ സ്വമനസാലെ മറ്റൊരാൾക്കോ ശാസ്ത്രീയമായി സൂക്ഷിച്ച് പിന്നീട് ഉപയോഗിക്കുന്നതിനും രക്തം നൽകുന്നത് എന്താണ്? രക്തദാനം. അതൊക്കെ നമുക്കറിയാം. രക്തദാനം ചെയ്യുന്നതിനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ്? 18 വയസ്സ്. 18 വയസ്സ് തികഞ്ഞാലേ ഉള്ളൂ എന്ത് ചെയ്യാൻ പറ്റുക? രക്തദാനം ചെയ്യാൻ പറ്റുക. മനുഷ്യ ശരീരത്തിലെ രക്തക്കുഴലുകൾ, ധമനികൾ, സിരകൾ, ലോമികകൾ. ഓക്കെ. മനുഷ്യ ശരീരത്തിലെ രക്തക്കുഴലുകളാണ് ധമനികൾ, സിരകൾ, ലോമികകൾ. അതും ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ഏതൊക്കെയാണ് മനുഷ്യ ശരീരത്തിലെ രക്തക്കുഴലുകൾ? ധമനികൾ, സിരകൾ, ലോമികകൾ. ഓക്കെ. ഇനി അതിനെ പറ്റി പഠിക്കാം. ഹൃദയത്തിൽ നിന്ന് ഓക്സിജൻ കൂടുതൽ അടങ്ങിയ രക്തം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൊണ്ടുപോകുന്ന കുഴലുകളാണ് ധമനികൾ. ശ്രദ്ധിച്ചു പഠിച്ചോ. എന്താണ്? ഹൃദയത്തിൽ നിന്ന് കൂടുതൽ ഓക്സിജൻ അടങ്ങിയ രക്തം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൊണ്ടുപോകുന്ന കുഴലുകൾ ധമനികളാണ്. ഏതാണ്? ധമനികളാണ്. ഓക്കെ. ഹൃദയത്തിൽ നിന്ന് ഓക്സിജൻ കൂടുതൽ അടങ്ങിയ രക്തം കൊണ്ടുപോകുന്നത് ആരാണ്? ധമനികളാണ്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൊണ്ടുപോകുന്ന കുഴലുകൾ ധമനികളാണ്. ഏതാണ്? ധമനികളാണ്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ കലർന്ന രക്തം ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്ന കുഴലുകൾ സിരകൾ. ഏതാണ്? സിരകൾ. ഓക്കെ. അപ്പൊ ഒന്നുകൂടെ നോക്കാം. ഹൃദയത്തിൽ നിന്ന് ഓക്സിജൻ അല്ലെ? നമ്മൾ പറഞ്ഞു ഹൃദയത്തിൽ നിന്ന് രക്തപര്യന വ്യവസ്ഥയിൽ ഹൃദയത്തിൽ നിന്ന് ഓക്സിജനെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതിൽ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൊണ്ടുപോകുന്ന കുഴലുകൾ ഏറ്റവും കൂടുതൽ അടങ്ങിയ രക്തത്തിനെ നോക്കി കൊണ്ടുപോകുന്നത് ആരാണ്? ധമനികളാണ്. എന്തടങ്ങിയത്? കൂടുതൽ ഓക്സിജൻ അടങ്ങിയതിനെ നോക്കി കൊണ്ടുപോകുന്നത് ധമനികളും കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ നോക്കിയതിനെ എങ്ങോട്ട് കൊണ്ടുപോകുന്നത്? ഹൃദയത്തിലേക്ക് കൊണ്ടുപോകുന്നത് അല്ലെ? കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ കലർന്ന രക്തം ഹൃദയത്തിലേക്ക് കൊണ്ടുപോകുന്ന കുഴലുകൾ ഏതാന്ന് ചോദിച്ചാൽ അത് സിരകൾ. ഓക്കെ. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലുള്ളത് നോക്കി എടുക്കുന്നത് ആരാണ്? സിരകളാണ്. ഓക്സിജൻ കൂടുതലുള്ളത് നോക്കി എടുക്കുന്നത് ആരാണ്? ധമനികളാണ്. അങ്ങനെ പഠിച്ചാൽ പോരെ. അപ്പൊ ഓക്സിജൻ കൂടുതലുള്ളത് നോക്കി കൊണ്ടുപോകുന്നത് ആരാണ്? ധമനികളാണ്. കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലുള്ള രക്തം നോക്കി കൊണ്ടുപോകുന്നത് ആരാണ്? സിരകളാണ്. ആരാണ്? സിരകളാണ്. അപ്പൊ അതും ക്ലിയർ ആയി. അടുത്തത്, സിരകളെയും ധമനികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത രക്തക്കുഴലുകളാണ് ലോമികകൾ. എന്താണ്? സിരകളെയും ധമനികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത രക്തക്കുഴലുകളാണ് ലോമികകൾ. സിരകളെയും ധമനികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത രക്തക്കുഴലുകളാണ് ലോമികകൾ.
രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രം ഹൃദയമാണ്. രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രം ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? ഹൃദയം. ഹൃദയമാണ് രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രം. രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രം ഏതാണ്? ഹൃദയമാണ്. ഹൃദയമാണ് രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രം എന്നറിയപ്പെടുന്നത്. ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും രക്തം പമ്പ് ചെയ്യുന്നത് ആരാണ്? അത് നമ്മുടെ ഹൃദയമാണ് അല്ലെ. ഹൃദയം അതല്ലേ, ഹൃദയം നിലച്ചു പോയ ആൾ ചത്തുപോകുന്നത് അല്ലെ. ഹൃദയം നിലച്ചു പോയാൽ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തിലേക്കും രക്തം എത്തൊന്നുമില്ല. അപ്പോൾ രക്തം ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും രക്തം പമ്പ് ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ഹൃദയമാണ്. ഓക്കെ, ഹൃദയം. ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും രക്തം പമ്പ് ചെയ്യുന്നത് ആരാണ്? ഹൃദയമാണ്. രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഹൃദയമാണ്. ഓക്കെ, അപ്പോ രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രം ഏതാണ്? ഹൃദയമാണ്. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും രക്തം എത്തിക്കുന്നത് ഹൃദയമാണ്. രക്തം പമ്പ് ചെയ്യുന്നത് അല്ലെ, ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും രക്തം പമ്പ് ചെയ്യുന്നത് ഹൃദയമാണ്. ഹൃദയം സിനിമയിൽ നടൻ ആരാണ്? പ്രണവ് മോഹൻലാലാണ്. അതും പഠിച്ചു വെച്ചോ, ഒരാവശ്യമില്ലോട്ടോ, ഞാൻ അത് പഠിക്കാൻ നിൽക്കില്ല, ഞാൻ വെറുതെ പറഞ്ഞതാ. ഓക്കെ, ഹൃദയം സ്ഥിതി ചെയ്യുന്നത് ഔരസാശയത്തിൽ ശ്വാസകോശങ്ങൾക്കിടയിലാണ് ഹൃദയം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, മനുഷ്യ ശരീരത്തിൽ വാരിയെല്ലുകൾ ഹൃദയത്തെ സംരക്ഷിക്കുന്നു. അപ്പൊ ഹൃദയത്തെ സംരക്ഷിക്കുന്നത് ആരാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്? വാരിയെല്ലുകളാണ് ഹൃദയത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നത് അല്ലെ. ഹൃദയത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരാണ്? വാരിയെല്ലുകളാണ്. നമുക്കറിയാം മനുഷ്യ ഹൃദയത്തിന്റെ വലിപ്പം, മുഷ്ടിയുടെ വലിപ്പം, ഇതാണ് ഇപ്പൊ എന്റെ ഹൃദയത്തിന്റെ വലിപ്പം അല്ലെ. മുഷ്ടിയുടെ വലിപ്പമാണ്. ഓക്കെ, മുഷ്ടിയുടെ വലിപ്പമാണ് മനുഷ്യ ഹൃദയത്തിന്റെ വലിപ്പം. എന്റെ ഹൃദയത്തിന്റെ വലിപ്പം എന്ന് പറയുന്നത് എത്രയാണ്? ഇതുവരെ. ഈ മുഷ്ടിയുടെ വലിപ്പമാണ് മനുഷ്യ ഹൃദയത്തിന്റെ വലിപ്പം. അതും അറിഞ്ഞു വെക്കുക. അടുത്ത നോക്കാം. ഇതൊക്കെ മനസ്സിലാക്കി പോകാനുള്ളതുള്ളൂ, കാണാതെ പഠിക്കാനൊന്നുമില്ല. ഹൃദയത്തെ ആവരണം ചെയ്തിരിക്കുന്ന ഇരട്ട സ്ഥലം ഏതാണ്? പെരികാർഡിയമാണ് കേട്ടോ. ഇത് പഠിച്ചു വെക്കണേ. പെരികാർഡിയമാണ് ഹൃദയത്തെ ആവരണം ചെയ്തിരിക്കുന്ന ഇരട്ട സ്ഥലം. പലവട്ടം ചോദ്യം വന്നിട്ടുണ്ട്. ഏതാണ്? പെരികാർഡിയം. പെരികാർഡിയമാണ് ഹൃദയത്തെ ആവരണം ചെയ്തിരിക്കുന്ന ഇരട്ട സ്ഥലം. ഏതാണ്? പെരികാർഡിയം. ഹൃദയം ഒരു പ്രാവശ്യം സങ്കോചിക്കുകയും പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും ചെയ്യുന്നത് ഹൃദയസ്പന്ദനം. ഓക്കെ, ഹൃദയസ്പന്ദനം. ആരോഗ്യമുള്ള ഒരാളുടെ ഹൃദയസ്പന്ദന നിരക്ക് എത്രയാണ്? മിനിറ്റിൽ 72 പ്രാവശ്യമാണ്. മിനിറ്റിൽ 72 പ്രാവശ്യമാണ്. മിനിറ്റിൽ എത്രയാണ്? 72 പ്രാവശ്യം. അപ്പൊ ഹൃദയം ഒരു പ്രാവശ്യം സങ്കോചിക്കുകയും പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും ചെയ്യുന്നതാണ് ഹൃദയസ്പന്ദനം. എന്നാൽ ഒരു മിനിറ്റിൽ എത്ര പ്രാവശ്യമാണ് ഒരു ആരോഗ്യമുള്ള ഒരാളുടെ ഹൃദയസ്പന്ദന നിരക്ക്? ഒരു മിനിറ്റിൽ എത്രയാണ്? 72 പ്രാവശ്യം. ആരോഗ്യമുള്ള ഒരാളുടെ നേരത്തെ നമ്മൾ ആരോഗ്യമുള്ള ഒരാളുടെയാണ് പഠിച്ചത് അല്ലേ. എത്രയാണ്? 5.5 ലിറ്റർ രക്തമാണ് ഉണ്ടാവുക ശരാശരി. 5.5 ലിറ്റർ നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ആരോഗ്യമുള്ള ഒരാളുടെ ഹൃദയസ്പന്ദന നിരക്ക് എത്രയാണ്? മിനിറ്റിൽ 72 പ്രാവശ്യമാണ്. മിനിറ്റിൽ 72 പ്രാവശ്യം. നല്ല ആരോഗ്യമുള്ള ഒരാളുടെ ആണെങ്കിൽ മിനിറ്റിൽ എത്രയാണ്? 72. എത്രയാണ്? മിനിറ്റിൽ 72 പ്രാവശ്യം. 72 പ്രാവശ്യം ഹൃദയത്തെ ആവരണം ചെയ്തിരിക്കുന്ന ഇരട്ട സ്ഥലം ഏതാണ്? പെരികാർഡിയം. ഹൃദയത്തെ ആവരണം ചെയ്തിരിക്കുന്ന ഇരട്ട സ്ഥലം ഏതാണ്? പെരികാർഡിയം. പഠിച്ചു വെച്ചോ, പെരികാർഡിയം. ഓക്കെ, ഹൃദയസ്പന്ദനത്തിന്റെ ഫലമായി ധമനികളിൽ അനുഭവപ്പെടുന്ന തരംഗ ചലനമാണ് പൾസ്. ധമനികളിൽ അനുഭവപ്പെടുന്ന തരംഗ ചലനമാണ് അല്ലെ നമ്മൾ പൾസ് നോക്കുക എന്നൊക്കെ പറയില്ലേ, അതാണ് പൾസ്. ഹൃദയസ്പന്ദനത്തിന്റെ ഫലമായി ധമനികളിൽ അനുഭവപ്പെടുന്ന തരംഗ ചലനമാണ് പൾസ്. ഹൃദയസ്പന്ദന നിരക്കും പൾസിന്റെ നിരക്കും തുല്യമായിരിക്കും അല്ലെ. ഹൃദയസ്പന്ദന നിരക്കും പൾസിന്റെ നിരക്കും എന്താണ്? തുല്യമായിരിക്കും. നമ്മൾ പറഞ്ഞു ഒരു മിനിറ്റിൽ 72 പ്രാവശ്യമാണ് ഹൃദയസ്പന്ദനമെങ്കിൽ പൾസും എത്രയാണ്? 72 പ്രാവശ്യമാണ്. ഓക്കെ, കൈത്തണ്ട, നെറ്റിയുടെ വശങ്ങൾ തുടങ്ങിയ ഭാഗങ്ങൾ പരിശോധിച്ചാൽ പൾസ് മനസ്സിലാകും. നമ്മൾ ഇവിടെ തൊട്ടിട്ടുള്ള സിനിമയിലൊക്കെ കണ്ടിട്ട് അവിടെ അങ്ങനെ തൊട്ട് നോക്കുന്നത്. ഓക്കെ, സിനിമയിലും പിന്നെ ഡോക്ടറെ അടുത്ത് പോയാലൊക്കെ അവർ ചെയ്യുന്നത് കാണാം. അപ്പൊ അതാണ് പൾസ് നോക്കാനുള്ള സ്ഥലങ്ങൾ. കൈത്തണ്ട, നെറ്റിയുടെ വശങ്ങൾ തുടങ്ങിയ ഭാഗങ്ങൾ പരിശോധിച്ചാൽ പൾസ് മനസ്സിലാക്കാം. ഇതൊന്നും പ്രത്യേകിച്ച് കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. സിനിമയൊക്കെ കണ്ടിട്ടും ഡോക്ടറെ അടുത്ത് പോയുള്ള പരിചയം കൊണ്ട് നമുക്കറിയാം ഇവിടെ നോക്കിയാൽ പൾസ് നോക്കാൻ പറ്റുന്നുള്ളത്. അപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. പക്ഷെ എന്ത് മനസ്സിലാക്കണം? ഹൃദയസ്പന്ദന നിരക്കും പൾസിന്റെ നിരക്കും എന്താണ്? തുല്യമായിരിക്കും. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തരും അത് കൂടുതലാണ് ഇത് കുറവാണെന്നൊക്കെ തന്നാൽ അല്ല, രണ്ടും എന്താണ്? തുല്യമായിരിക്കും എന്നത് പഠിച്ചു വെക്കുക. ഓക്കെ, ഹൃദയസ്പന്ദനം പരിശോധിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം എന്താണ്? സ്റ്റെതസ്കോപ്പ് ആണ് അല്ലെ. സ്റ്റെതസ്കോപ്പ് അല്ലെ. ഹൃദയസ്പന്ദനം മറ്റേ ചെവിയിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ തൊട്ട് വെക്കുന്നത് അതല്ലേ സ്റ്റെതസ്കോപ്പ്. അപ്പൊ അതാണെന്ന് മനസ്സിലാക്കി വെക്കുക. എന്താണ് സ്റ്റെതസ്കോപ്പ്? ഹൃദയസ്പന്ദനം പരിശോധിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ്. നമ്മൾ ഡോക്ടറെ അടുത്ത് പോയാൽ ഡോക്ടർ ചെവിയിൽ ഇയർഫോൺ ഒക്കെ വെച്ചിട്ട് നോക്കുന്ന സാധനമാണ് എന്ത്? സ്റ്റെതസ്കോപ്പ്. മനസ്സിലാക്കി വെക്കുക. അത് ഇയർഫോൺ അല്ലാട്ടോ, അങ്ങനെ മനസ്സിലാക്കി വെക്കരുത്. ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. ഇങ്ങനെ ചെവിയിൽ വെച്ചിട്ട് ഡോക്ടർ നമ്മുടെ എന്ത് ചെക്ക് ചെയ്യണം? നമ്മുടെ ഹൃദയമിടിപ്പ് ചെക്ക് ചെയ്യണം. ഓക്കെ,
സ്റ്റെതസ്കോപ്പ് നിർമ്മിച്ചത് ആരാണ്? റെനെ ലെനക്ക്. റെനെ ലെനക്കാണ് എന്ത് സ്റ്റെതസ്കോപ്പ് നിർമ്മിച്ചത്. ആരാണ്? റെനെ ലെനക്ക്. റെനെ ലെനക്കാണ് സ്റ്റെതസ്കോപ്പ് നിർമ്മിച്ചത്. സ്റ്റെതസ്കോപ്പ് നിർമ്മിച്ചത് ആരാണ്? റെനെ ലെനക്കാണ്. റെനെ ലെനക്ക്. മനുഷ്യ ഹൃദയത്തിലെ അറകളുടെ എണ്ണം ചോദ്യം വരാറുണ്ട് അല്ലെ. മനുഷ്യ ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്രയാണ്? 4 ആണ്. മനുഷ്യ ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്രയാണ്? 4 ആണ്. മനുഷ്യ ഹൃദയത്തിലെ അറകളുടെ എണ്ണം 4 ആണ്. ഓക്കെ, അപ്പൊ ഹൃദയ സ്പന്ദനം പരിശോധിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം സ്റ്റെതസ്കോപ്പ് ആണ്. സ്റ്റെതസ്കോപ്പ് കണ്ടെത്തിയത് ആരാണ്? സ്റ്റെതസ്കോപ്പ് നിർമ്മിച്ചത് ആരാണ്? റെനെ ലെനക്കാണ്. റെനെ ലെനക്കാണ്. മനുഷ്യ ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്രയാണ്? 4 ആണ്. മനുഷ്യ ഹൃദയത്തിലെ അറകളുടെ എണ്ണം പഠിച്ചു വെച്ചോ, 4 ആണ്. മനുഷ്യ ഹൃദയത്തിലെ അറകളുടെ എണ്ണം 4. ഓക്കെ അല്ലേ? അടുത്തത്, ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ തകരാറിലാക്കുന്ന ഘടകങ്ങൾ. കൂടുതൽ കൊഴുപ്പടങ്ങിയ ഭക്ഷണത്തിന്റെ സ്ഥിരമായ ഉപയോഗം. കൂടുതൽ കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കുന്നത് എന്താണ്? ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ തകരാറിലാക്കാൻ സാധ്യത ഉണ്ട് അല്ലെ. തകരാറിലാക്കുന്ന ഒരു ഘടകത്തിൽ ഒന്നാണ് എന്ത്? കൂടുതൽ കൊഴുപ്പടങ്ങിയ ഭക്ഷണത്തിന്റെ സ്ഥിരമായ ഉപയോഗം. ജീവിതശൈലി രോഗങ്ങൾ അല്ലെ. ജീവിതശൈലി രോഗങ്ങൾ. പുകവലി, മദ്യപാനം. പുകവലി, മദ്യപാനം നമുക്കറിയാം, ബാക്കി പഠിച്ചു വെക്കുക. കൂടുതൽ കൊഴുപ്പടങ്ങിയ ഭക്ഷണം അല്ലെ, നമ്മൾ പറയാറുണ്ട് കൂടുതൽ കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങളൊന്നും അധികം കഴിക്കരുത്, ശരീരത്തിന് കേടാണെന്നൊക്കെ പറയാറുണ്ട്. എന്താണ് കേട്? ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ തകരാറിലാക്കുന്ന ഘടകങ്ങളാണ് എന്ത്? കൂടുതൽ കൊഴുപ്പടങ്ങിയ ഭക്ഷണത്തിന്റെ സ്ഥിരമായ ഉപയോഗം. സ്ഥിരമായി വല്ലപ്പോഴും കഴിക്കരുത് എന്നല്ല, സ്ഥിരമായിട്ട് അത് കഴിച്ചുകൊണ്ടിരിക്കുന്നത് തകരാറിലാക്കും. ജീവിതശൈലി രോഗങ്ങൾ, പുകവലി, മദ്യപാനം എന്നിവ അതൊക്കെ മനസ്സിലാക്കാനുള്ളതല്ലേ ഉള്ളൂ. ഓക്കെ, അടുത്തത് പിന്നെ വ്യായാമക്കുറവ് അല്ലെ. വ്യായാമക്കുറവ് അതിൽ പെടുന്നതാണ്. വ്യായാമക്കുറവ് അപ്പൊ ജീവിതശൈലി രോഗങ്ങളിൽ പെടുന്ന ഒന്നല്ലേ ഈ വ്യായാമക്കുറവ്. ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാണ് ഈ വ്യായാമക്കുറവ്. ഇനി മുറിവ് പറ്റിയ ഒരാൾക്ക് നൽകേണ്ട പ്രഥമ ശുശ്രൂഷകൾ എന്താണ്? ശുദ്ധജലം ഉപയോഗിച്ച് മുറിവ് വൃത്തിയാക്കുക അല്ലെ. മുറിവ് പറ്റിയ ഒരാൾക്ക് നൽകേണ്ട പ്രഥമ ശുശ്രൂഷകൾ എന്തൊക്കെയാണ്? ശുദ്ധജലം ഉപയോഗിച്ച് മുറിവ് വൃത്തിയാക്കുക. ശുദ്ധജലം ഉപയോഗിച്ച് മുറിവ് വൃത്തിയാക്കുക. മുറിവിൽ അമർത്തിപ്പിടിക്കുക. മുറിവിൽ അമർത്തിപ്പിടിക്കുക. കയ്യിലാണ് മുറിവെങ്കിൽ കൈ ഉയർത്തിപ്പിടിക്കുക അല്ലെ. കൈ ഉയർത്തിപ്പിടിക്കുക. ഓക്കെ, കൈ ഉയർത്തിപ്പിടിക്കുക. എന്തിനാണ്? കൂടുതൽ ബ്ലഡ് അങ്ങോട്ട് പമ്പ് ചെയ്ത് പോയിട്ട് പുറത്തേക്ക് വരാതിരിക്കാനാണ്. അപ്പൊ കൈ ഉയർത്തിപ്പിടിച്ചാൽ കൂടുതൽ ബ്ലഡ് അങ്ങോട്ട് കയറി പോവില്ല. ഓക്കെ, അപ്പൊ കയ്യിലാണ് മുറിവെങ്കിൽ കൈ എന്ത് ചെയ്യുക? ഉയർത്തിപ്പിടിക്കുക. അപ്പൊ എന്തൊക്കെയാണ്? ശുദ്ധജലം ഉപയോഗിച്ച് മുറിവ് വൃത്തിയാക്കുക. പിന്നെ മുറിവിൽ അമർത്തിപ്പിടിക്കുക. മുറിവിൽ എന്ത് ചെയ്യണം? അമർത്തി പ്രസ് ചെയ്ത് പിടിക്കുക. കയ്യിലാണ് മുറിവെങ്കിൽ കൈ എന്ത് ചെയ്യുക? ഉയർത്തിപ്പിടിക്കുക. എന്തിനാണ് മനസ്സിലാക്കി വെച്ചാൽ മതി, നമുക്കൊക്കെ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തത്, രക്തപ്രവാഹം നിലക്കുന്നില്ലെങ്കിൽ ശുദ്ധമായ തുണിയോ ബാൻഡേജോ കൊണ്ട് മുറിവ് പൊതിഞ്ഞു കെട്ടുക. അതായത് രക്തം വരുന്നത് ഒലിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക? നമ്മൾ ബാൻഡേജ്, നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ, അത് നമ്മൾ ആൻസർ ആക്കിയിട്ട് മാർക്ക് ചെയ്താൽ മാത്രം മതി. ഓക്കെ, നമ്മൾ സാധാരണ നല്ല മുറിയിൽ നിന്ന് ഒരുപാട് ചോര വരുന്നുണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് ചെയ്യുന്ന കാര്യമാണ് തുണിയോ അല്ലെങ്കിൽ ബാൻഡേജോ ഉപയോഗിച്ചത് കെട്ടിവെക്കുക എന്നുള്ളത്. വേഗത്തിൽ വൈദ്യസഹായം ലഭ്യമാക്കുക. കൂടുതൽ ചോരയൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും വേഗം ഹോസ്പിറ്റലിൽ പോകും. അപ്പോൾ വേഗത്തിൽ വൈദ്യസഹായം ലഭ്യമാക്കുക. മസ്തിഷ്ക മരണം സംഭവിച്ച വ്യക്തിയുടെ ഹൃദയമാണ് ഹൃദയ ശസ്ത്രക്രിയയിൽ സാധാരണയായി ഉപയോഗിക്കുന്നത്. അതും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കും. മസ്തിഷ്ക മരണം സംഭവിച്ച വ്യക്തിയുടെ ഹൃദയമാണ് ഹൃദയ ശസ്ത്രക്രിയയിൽ സാധാരണയായി ഉപയോഗിക്കുന്നത്. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെയാണ് കൂടുതൽ എന്തിന്? ഹൃദയ ശസ്ത്രക്രിയയിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുക. ഓക്കെ, അപ്പൊ മസ്തിഷ്ക കണക്ട് ചെയ്ത് പഠിക്കാനുള്ളൂ. മസ്തിഷ്ക മരണം പറ്റിയ വ്യക്തിയുടെ എന്താണ്? ഹൃദയമാണ് ഹൃദയ ശസ്ത്രക്രിയയിൽ സാധാരണയായി ഉപയോഗിക്കുക. അപ്പൊ അതിന് വലിയ കീടുണ്ടാവില്ല എന്ന് ആലോചിച്ച് വെക്കുക. ഓക്കെ, അപ്പൊ എത്ര കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഏകദേശം കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? കുറെ കൺഫ്യൂഷൻ വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് വായിച്ചു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് സംഭവങ്ങൾ കിട്ടും. ഇനി വായിച്ചില്ലെങ്കിലും മനസ്സിലൊന്നും ഇങ്ങനെ റിവൈൻഡ് ചെയ്ത് വിട്ടാൽ തന്നെ നിങ്ങൾക്ക് സംഭവങ്ങളൊക്കെ കിട്ടും. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പലതും പിന്നെയും പറഞ്ഞു തന്നിട്ടുണ്ട്. അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. ഇത് ചോദിച്ച് കണ്ടിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് ഇനിയും ചോദിക്കും. ഇത് ഇനിയും ചോദ്യം വരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതും ഇനിയും ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം. പ്രത്യേകം എടുത്ത് പറയുന്നതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ കാര്യങ്ങൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് പഠിച്ച് പോകാൻ പറ്റിയിട്ടുണ്ടാവും. എല്ലാം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു ഇവിടുന്ന് പഠിച്ചിട്ടുണ്ട്. കൂടെ റിപ്പീറ്റ് ചെയ്ത് നിങ്ങളും പഠിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്